നമസ്കാരം. വാട്സപ്പിലെ ഗ്രൂപ്പ് ചാറ്റുകൾ ഏറെ ഫലപ്രദമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാട്സപ്പിൻ്റെ ഉപജ്ഞാതാക്കളായ മെറ്റ ആകട്ടെ ഇതിൽ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ പരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം ഗ്രൂപ്പുകളിൽ ചാറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും പൊതുവെ ഒരു പരാതി ഉയർന്നിരുന്നത് ഓരോ വ്യക്തിഗതമായ ചോദ്യത്തിന് അതല്ലെങ്കിൽ സന്ദേശത്തിന് ഉള്ള ഉചിതമായ അതിനുള്ള മറുപടികൾ വായിക്കണമെങ്കിൽ മൊത്തം പേജ് സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട ഒരവസ്ഥയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മെറ്റ പുതിയ പരീക്ഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ സന്ദേശത്തിനുള്ള ഉത്തരം കൃത്യമായി നിങ്ങളുടെ ചോദ്യത്തിൻ്റെ താഴെ തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പുതിയ സംവിധാനം ആപ്പിളും ഫേസ്ബുക്കും എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ ഇതെന്നാണ് കൃത്യമായി പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും മെറ്റ വ്യക്തമാക്കിയിട്ടില്ല. സംഭാഷണ ത്രെഡുകൾ പ്രധാന ചാറ്റിൽ നിന്ന് വേറിട്ട ഗ്രൂപ്പായി മാറാൻ അനുവദിക്കുന്ന രീതിയാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത്. മെറ്റ അറിയിക്കുന്നത് ഗ്രൂപ്പ് ചാറ്റിലെ ഒരു പ്രത്യേക സന്ദേശത്തിനുള്ള മറുപടി കാണാൻ ഉപഭോക്താക്കൾക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ്. ഉപഭോക്താക്കൾക്ക് ഒരു ത്രെഡിൽ തന്നെ ടാപ്പ് ചെയ്യാനും സന്ദേശത്തിനുള്ള എല്ലാ പ്രതികരണങ്ങളും ഒരൊറ്റ ശൃംഖലയിൽ തന്നെ കാണാനും കഴിയും എന്നാണ് മെറ്റ അധികൃതർ അവകാശപ്പെടുന്നത്. WA Beta Info എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു പുതിയ പരീക്ഷണം ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത്. ഏതായാലും മെറ്റയെ സംബന്ധിച്ചിടത്തോളം പുതിയ പരീക്ഷണങ്ങളിലൂടെ അവർ മുന്നേറുകയാണ്. ഇത്തരത്തിൽ വാട്സപ്പിലെ ഗ്രൂപ്പ് മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി ലഭിക്കാൻ കഴിയുക എന്നുള്ളത് അവരുടെ വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ ഇത്തരം ഗ്രൂപ്പ് ചാറ്റുകളിൽ ഏർപ്പെടുമ്പോൾ ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എവിടെയാണ് എന്നറിയാൻ അയാൾ ഒരുപാട് സമയം ഇതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും. മാത്രമല്ല ഇതിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. ഒരുപക്ഷെ മറ്റൊരു സന്ദേശത്തെ തനിക്കുള്ള സന്ദേശമാണ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ ഇവിടെ വളരെ കൂടുതലായിരുന്നു. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇപ്പോൾ മെറ്റ ഈ ഒരു പുതിയ സംവിധാനം പരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. വ്യക്തിഗത സംഭാഷണങ്ങൾ, ഗ്രൂപ്പ് ചാറ്റുകൾ, കമ്മ്യൂണിറ്റികൾ, ചാനലുകൾ എന്നിവയ്ക്കായുള്ള ഭാവി അപ്ഡേറ്റിൽ ഈ പുതിയ സംവിധാനം ഉൾപ്പെടുത്തും എന്നാണ് മെറ്റ അറിയിക്കുന്നത്. 2 വർഷം മുമ്പാണ് വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റുകളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയത്. നിലവിൽ 512 പേർക്ക് ഒരേ സമയം ഗ്രൂപ്പ് ചാറ്റിൽ ഏർപ്പെടാനുള്ള സംവിധാനമാണ് അവരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റായി ഉൾപ്പെടുത്തിയിരുന്നത്. നേരത്തെ ഇതിൻ്റെ പകുതി പേർക്ക് മാത്രമേ ഗ്രൂപ്പ് ചാറ്റിൽ പങ്കെടുക്കാൻ കഴിയുകയായിരുന്നുള്ളൂ. ഏതായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിവര സാങ്കേതിക രംഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ് മെറ്റയുടെ ഈ ഒരു പുതിയ പരീക്ഷണം. വലിയ സ്ഥാപനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, വ്യവസായ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അല്ലെങ്കിൽ മാധ്യമരംഗത്തൊക്കെ തന്നെ ഈ ഗ്രൂപ്പ് ചാറ്റുകൾ ഏറെ പ്രയോജനപ്രദമാകും എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. ചിതറിക്കിടക്കുന്ന സന്ദേശങ്ങൾ കൃത്യമായി അതിൻ്റെ ക്രമമനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അങ്ങനെ ആശയവിനിമയവും അതുപോലെ നമ്മുടെ ജോലിയുമൊക്കെ തന്നെ കൂടുതൽ എളുപ്പത്തിലാക്കാനും ഈ ഒരു പുതിയ രീതി സഹായകമാകും എന്ന് തന്നെയാണ് മെറ്റ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആഗോളതലത്തിൽ മെറ്റ ഇപ്പോൾ നേടിയിരിക്കുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇത് ഭാവിയിൽ IT മേഖലയ്ക്കും അതുപോലെ വ്യവസായ സംരംഭങ്ങൾക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം തന്നെ ഏറെ ഗുണപ്രദമായി മാറും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്.